ഇതിനകത്ത് നോക്കിയാൽ 2 പേരിരിക്കുന്നു. 1000 രൂപ ഡീസലാവും ഈ ട്രിപ്പ് അങ്ങോട്ട് പോകുമ്പോൾ. ഈ 2 പേരുണ്ട്. ഇപ്പം 3 പേര് കയറിയിട്ടുണ്ട്. 3 പേര് 25 രൂപ കൂട്ടിക്കും. 75 രൂപ വരുന്നത്. 75 രൂപ ആയാലും 1000 രൂപ ഡീസൽ എത്ര രൂപ അടിക്കും? എത്ര രൂപ കിട്ടും? 75 രൂപയിലേ കിട്ടുള്ളൂ. മലയാളിമാരുടെ കയ്യിൽ നിന്ന് നഷ്ടം പോകും. ഞങ്ങൾക്ക് ശമ്പളം ഇല്ല. ഞങ്ങൾക്ക് 350 രൂപ 400 രൂപയൊക്കെ കിട്ടുന്നത് ശമ്പളം. കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഡീസൽ അടിച്ച് പോവാ, അല്ല ഒരു രക്ഷയില്ലല്ലോ. ശമ്പളം കൂട്ടി ചോദിക്കാൻ മലയാളിക്ക് ഒന്നും കൊടുക്കാതെ എങ്ങനെ മലയാളി ചോദിക്കുന്നേ? മലയാളി നമുക്ക് വേണ്ടി എടുത്തിട്ടേക്കുന്നില്ലേ? അവർക്കും ഇല്ല, നമുക്കും ഇല്ല, ഒന്നുമില്ല. വിളിച്ചു കയറ്റിയാൽ നമ്മളെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ആൾക്കാർ വരെ ഉണ്ട് എറണാകുളത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നത്. സ്ഥിരം ആൾക്കാർ ഇപ്പം KSRTC കയറി എറണാകുളത്ത് ഇറങ്ങുന്ന ആൾക്കാരും KSRTC കയറി അടുത്ത് ഇറങ്ങിയിട്ട് 10,000 വണ്ടി കയറി തിരിച്ചു പോവുക. ഞങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുക. ഇതിനു കൂടെ ആ ബസ് ഇറങ്ങി വരുന്നത് വൈകിട്ട്. ഞങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുക. നേരത്തെ 5:40 എറണാകുളത്ത് കൊണ്ടാക്കണം. 1 മിനിറ്റ് കയറ്റി അവർക്കുള്ള വിഷയമുള്ളവരായിരുന്നു. പക്ഷേ അവരൊന്നും ഇപ്പം കയറുന്നില്ല. ഒരു വിഷയമായിട്ട് നിൽക്കുക. വിഷയമായിട്ട് നല്ല ഞങ്ങൾക്ക് ശമ്പളമില്ല. പിള്ളേരെ കുടുംബമൊക്കെ പോരണ്ടിയ. വീട്ടിലെ കാര്യങ്ങളെല്ലാം മൊത്തം പരിതാപകരമാണ്. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുവായിരുന്നു. അതിനെ ഇപ്പം ടൈറ്റ് ആയിട്ട് ഇരിക്കുക. അതിന് പൈസ കടമെടുത്തോണ്ടാ പോയി. അതടയ്ക്കാൻ ഇപ്പം നിവൃത്തിയില്ലാതെ നിർവാഹമില്ലായിരിക്കുക. ഇനിയിപ്പോ ഇതിന്റെ കാര്യം അറിഞ്ഞിട്ട് വേണം അടുത്ത കാര്യം തീരുമാനിക്കാൻ. വേറെ വല്ല ജോലി നോക്കിയല്ലേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നിന്നാലേ പരിപാടി നമ്മുടെ കാര്യം നടക്കത്തില്ലല്ലോ. കുറേയേറെ കടങ്ങളുണ്ട്. അമ്മയെ ഓപ്പറേഷൻ കൊണ്ടുപോയതിൻ്റെയൊക്കെ കുറേയേറെ കടങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഇത് തുടങ്ങിയ പിന്നെ വണ്ടിക്കകത്ത് ഒറ്റ മനസ്സിലില്ല. അപ്പം 10,000 രൂപ 1,200 രൂപ വിറ്റുകൊണ്ടിരുന്ന ട്രിപ്പൊക്കെ 300 രൂപ 250 രൂപയൊക്കെ വിൽക്കുന്നു. ഇപ്പം തന്നെ പോകുന്ന കണ്ടില്ലേ? ഇതിനകത്ത് 2 പേരായിരിക്കുന്നത്. നോക്കി, 2 പേരേ ഉള്ളൂ. പിന്നെ കണ്ടക്ടറും ഞാൻ. ഡീസൽ 5,600 രൂപ 5,700 രൂപയാവും. 10,000 രൂപയാവും. 300 രൂപ 250 രൂപ. ഇപ്പം ഈ വണ്ടി എടുത്തിട്ട് 10 വർഷത്തോളമായി. ഞാൻ വിദേശത്ത് ജോലി ചെയ്തതായിരുന്നു. അവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളും ഒക്കെ കൊണ്ട് അവിടുന്ന് ഞാൻ ആയിരുന്നു. അവിടെ ഈ ഫയർ പ്രൂഫിങ്ങിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ അത് കളഞ്ഞിട്ട് ഇവിടെ വന്ന് അവിടുത്തെ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ വന്ന് വണ്ടി എടുത്തിട്ട് ഒരു 10 വർഷമായിട്ട് ഞാൻ കൊണ്ട് നടക്കുക. ഞാൻ തന്നെയാണ് ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വലിയ കുഴപ്പമില്ലാതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട്, അതായത് നമ്മുടെ ഈ പ്രിയദർശിനി സർവീസ് ജൂൺ 15-ാം തീയതി തൊട്ട് സർവീസ് തുടങ്ങിയോടുകൂടി ഇതിൽ യാത്രക്കാർ കയറുന്നതേ ഇല്ല. നമ്മുടെ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന യാത്രക്കാർ പോലും നമ്മളെ കാണുമ്പോൾ വെയിറ്റിംഗ് ഷെഡിലേക്ക് മാറിയിരിക്കുകയാണ്. കുറേ പ്രിയദർശിനി വരുന്നോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറല്ല 1 മണിക്കൂർ കഴിഞ്ഞാലും ഇപ്പോൾ സ്ത്രീകൾ അതേ തന്നെ യാത്ര ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം